വെൽക്കം ബാക്ക് ടു മലേഷ്യ വ്ളോഗ്. ഇന്ന് നമ്മൾ മലേഷ്യ ട്രാവലിൻ്റെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ബാട്ടു കേവ്സിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു അരമണിക്കൂർ ദൂരമാണ് അങ്ങോട്ട് കാണിക്കുന്നത്. ഭയങ്കര ട്രാഫിക്കൊന്നുമില്ല, സ്മൂത്തായി തന്നെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ബാട്ടു കേവ്സ് എത്തിയിട്ടുണ്ട്. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്തൊക്കെ കുറേ ഷോപ്സും ഉണ്ട്. ഇവിടുന്ന് സ്റ്റെപ്സ് കയറി കുറച്ച് മുകളിലേക്ക് പോകണം. സ്റ്റെപ്പ് പകുതി കയറുമ്പോഴേക്കും നമ്മൾ ടയേർഡാവും. പിന്നെ നിന്ന് അങ്ങനെ കയറിപ്പോയി. ഇവിടെ മെയിൻ എൻട്രി ടിക്കറ്റ് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. കോലാലംപൂരിൻ്റെ മെയിൻ അട്രാക്ഷനിലൊന്നാണ് ഈ ബാട്ടു കേവ്സ് എന്ന് പറയുന്ന ഈ ടെമ്പിള്. സ്റ്റെപ്പ് കയറി മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണിത്. ഒരു ഏകദേശം 2 മണിക്കൂറൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്താൻ നഗര എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിലേക്കാണ്. അത് കിങ്സ് പാലസ് ആണ്. അപ്പോൾ അവിടെ കിങ് ഇപ്പോൾ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പുറത്തു നിന്നുള്ളൊരു വ്യൂ മാത്രമേ ഉള്ളൂ. ഉള്ളിലേക്ക് കയറാൻ അലൗഡ് അല്ല. ഇതാണ് അതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്. സെക്യൂരിറ്റീസൊക്കെ ഉള്ള കാരണം നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. പാലസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ കണ്ടു കഴിയും. ഇനി ഞങ്ങൾ പോകുന്നത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ പ്ലേസ് ഉണ്ട്. ഷോപ്പിങ്ങിന് ഞങ്ങൾ വിചാരിച്ചത്ര ടൈം കിട്ടിയില്ല. എന്നാലും ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ട് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പോന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കൂടുതൽ നോക്കി വാങ്ങിക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. അങ്ങനെ മലേഷ്യ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത് പുത്രജയാണ്. ഇവിടുത്തെ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ പുത്രജയ മോസ്ക് ആണ്. പിന്നെ ഗവൺമെൻറ് ഓഫീസേഴ്സൊക്കെ ഇവിടെയാണ് ഉള്ളത്. നല്ല കാമായിട്ടുള്ളൊരു പ്ലേസാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ പ്ലാൻ പുത്രജയ കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും കോലാലംപൂർ ടൗണിലേക്ക് എത്തിയിട്ട് ട്വിൻ ടവേഴ്സ് കവർ ചെയ്യാനാണ്. ഈ കാണുന്നതാണ് പിങ്ക് മോസ്ക്. ഇവിടേക്ക് എൻട്രി ഫ്രീ ആണ്. പിന്നെ ലേഡീസിന് അവരുടെ ഡ്രസ്സ് ഉണ്ട്, അതിട്ടിട്ട് വേണം കിടക്കാൻ. ഫുൾ കവർ ചെയ്ത ഡ്രസ്സും ഹിജാബും ഉണ്ടെങ്കിൽ പിന്നെ അവർ തരുന്ന ഡ്രസ്സ് ഇടണമെന്നില്ല. ഇതാണ് മോസ്കിൻ്റെ എൻട്രൻസ്. ഇവിടെ നമ്മൾ ഷൂ ഒക്കെ അയച്ചു വെക്കണം. ഇത് മോസ്കിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെ വാട്ടർ ഫൗണ്ടനും ബ്രിഡ്ജും ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കോലാലംപൂരിലേക്ക് തിരിക്കുകയാണ്. ലിറ്റിൽ ഇന്ത്യ വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ട്വിൻ ടവറാണ്. അപ്പോൾ ട്വിൻ ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമ്മൾ മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ക്ലൂക്ക് വഴി ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ് KL ടവറും കൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അന്ന് തന്നെ റിട്ടേൺ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എയർപോർട്ടിലൊക്കെ പോകണമല്ലോ. അപ്പോൾ അതോട് ടൈം ഉണ്ടായില്ല. അങ്ങനെ KL ടവർ നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. റെൻ്റ് കാർ കൊടുത്തതിന് ശേഷം KL സെൻറ്ററിൽ നിന്ന് മെട്രോ വഴിയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത്. റെൻ്റ് കാർ എടുത്തതുകൊണ്ട് മെട്രോയിലൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ എയർപോർട്ടിലേക്ക് മെട്രോ എടുത്തു. ഒരു 40 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തി. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും പ്ലേസസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 7 ദിവസം നിർബന്ധമാണ്. 2-3 ദിവസം കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നെങ്കിൽ ക്യാമറൂൺ ഹൈലൻഡ്സും അതുപോലെ തന്നെ മെലാക്ക ഒക്കെ കവർ ചെയ്യാമായിരുന്നു. ഫുഡ്, സ്റ്റേ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അഫോർഡബിൾ ആണ്. പിന്നെ ആകെ കുറച്ച് എക്സ്പെൻസ് തോന്നിയത് നമ്മൾ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും പോകുന്ന ടിക്കറ്റാണ്. അത് മലേഷ്യനും നോൺ മലേഷ്യനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.